Surface integrals over z equal to g of xy, y equal to g of xz and x equal to g of yz. ഇപ്പം മൂന്ന് തരത്തിലുള്ള ഇക്വേഷൻസ് ആയിട്ട് നമുക്ക് സർഫസ് കിട്ടുകയാണ്, സർഫസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അതിൽ സർഫസ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്നതിനുള്ള മെത്തേഡാണ്. In the case where sigma is a surface of the form z equal to g of x, we can take x equal to u and y equal to v as parameters and express the equations of the surface as vector r is equal to ua plus vj plus g of uv into k, in which case we obtain norm of dou r by dou u cross dou r by dou v is equal to root of dou z by dou x the whole square plus dou z by dou v the whole square plus 1. ഓക്കെ, അപ്പോൾ നമ്മൾ വെക്റ്റർ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണ്. അതിനകത്ത് എക്സിന് യുവും വൈക്ക് വിയും കൊടുത്തു കഴിഞ്ഞാൽ വെക്റ്റർ ആർ ഇസ് ഇക്വൽ ടു യു ഐ പ്ലസ് വി ജെ പ്ലസ് ജി ഓഫ് യു വി ഇൻറ്റു കെ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡോ ആർ ബൈ ഡോ യും ഡോ ആർ ബൈ ഡോ വിയും കണ്ടുപിടിച്ചിട്ട് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ നോം കണ്ടുപിടിച്ചാൽ നമുക്ക് റൂട്ട് ഓഫ് ഡോ സെഡ് ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടും. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച ഇക്വേഷൻ നമ്പർ 2 ഫോർമുല കൊണ്ടുവന്ന ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് ഇസ് ഇക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ജി ഓഫ് എക്സ് വൈ ഇൻറ്റു റൂട്ട് ഓഫ് ഡോ സെഡ് ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഡി എ എന്ന് കിട്ടും. നോട്ട് ദാറ്റ് ഇൻ ദിസ് ഫോർമുല ദ റീജിയൻ R lies in the xy plane because the parameters are x and y. Geometrically, this region is the projection of sigma on the xy plane. അപ്പം ഈ ആർ എന്ന് കൊടുത്തേക്കുന്ന റീജിയൻ നമ്മുടെ സിഗ്മയുടെ പ്രൊജക്ഷനാണ്, എക്സ് വൈ പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷനാണ്. The following theorem summarizes this result and gives analogous formulas for surface integrals over the surfaces of the form y is equal to g of x z. അതായത് z equal to g of x വരെയാണ് നമ്മളിപ്പോൾ കണ്ടത്. അടുത്ത തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y is equal to നോക്കാം നമുക്ക് തിയറം 2. ലെറ്റ് സിഗ്മ ബി സർഫസ് വിത്ത് ഇക്വേഷൻ z equal to g of x y and let r be its projection on the xy plane. If g has continuous first partial derivatives on r and f of x y z is continuous on sigma, then double integral over sigma f of x y z ds equal to double integral over r f of x y comma g of x y into root of dou z by dou x the whole square plus dou z by dou y the whole square plus 1 into dA. ഓക്കെ, തിയറമായിട്ട് എഴുതിയിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. അത് അടുത്ത പാർട്ട് ബി ആണ് നേരത്തെ പറഞ്ഞ y is equal to g of x z വന്നു കഴിഞ്ഞാൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് കോമ വൈക്കാണ് നമ്മൾ ജി ഓഫ് വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് സെഡ് അല്ലേ, അപ്പോൾ വൈയുടെ സ്ഥാനത്ത് ജി ഓഫ് എക്സ് സെഡ് കോമ ഇസഡ് ഇൻറ്റു റൂട്ട് ഓഫ് ഇസഡിൻ്റെ സ്ഥാനത്ത് വൈ, അപ്പോൾ ഡോ വൈ ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ വൈ ബൈ ഡോ ഇസഡ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഡി എ. പാർട്ട് സി ലെറ്റ് സിഗ്മ ബി സർഫസ് വിത്ത് ഇക്വേഷൻ x equal to g of y z and let r be its projection on the y z plane. If g has continuous first partial derivatives on r and f of x y z is continuous on r, then double integral over sigma f of x y z ds equal to നമുക്ക് x equal to g of y z എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ജി ഓഫ് ഐ സെഡ് കോമ വൈ കോമ ഇസഡ് ഇൻറ്റു റൂട്ട് ഓഫ് ഡോ ഇസഡിൻ്റെ സ്ഥാനത്ത് എന്ത് വരണം, എക്സ് വരണം. അപ്പോൾ ഡോ എക്സ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ എക്സ് ബൈ ഡോ ഇസഡ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഡി എന്ന് കിട്ടും. ഓക്കെ, അപ്പം അടുത്ത എക്സാമ്പിൾ കമ്പ്യൂട്ട് ദി സർഫസ് ഇൻ്റഗ്രൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എക്സ് സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ ഇൻറ്റു ഡി എസ് ഓവർ ദി പാർട്ട് ഓഫ് ദി പ്ലെയിൻ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 1 ഇൻ ദി ഫസ്റ്റ് ഒക്ടൻറ്റ്. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു പ്ലെയിനിൻ്റെ ഇക്വേഷൻ തന്നിരിക്കുകയാണ്. അപ്പോൾ ആ പ്ലെയിനിൻ്റെ ഫസ്റ്റ് ഒക്ടൻറ്റിലുള്ള പോർഷൻ ആണ് നമ്മുടെ സിഗ്മ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മാത്രമാണ് അവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഈ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലെയിനിൻ്റെ ഈ ഫസ്റ്റ് ഒക്ടൻറ്റിൽ വരുന്ന അത്രയും പോർഷൻ അല്ലാതെ ബാക്കി എല്ലാ സൈഡിലേക്കും ഇങ്ങനെ പരന്നു പോകുന്ന പ്ലെയിനാണ്. പക്ഷേ നമുക്ക് വേണ്ടത് ഇത്രയായതുകൊണ്ടാണ് അവിടെ ഒരു പിരമിഡ് പോലെ ഇത് കാണുന്നത്. ഓക്കെ, the portion of the given plane is indicated in figure. The projection r of sigma in the xy plane is the region in the xy plane enclosed by the triangle bounded by the two coordinate axes and the straight line x plus y equal to 1. അപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് നമുക്ക്
എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 1 എന്ന് അതിനകത്തിൽ ഓരോ ആക്സിസിലും എവിടെ ടച്ച് ചെയ്യുന്നു നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? എക്സ് ആക്സിസ് ടച്ച് ചെയ്യുമ്പോൾ വൈ ഇസഡും 0 ആയിരിക്കും. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 കിട്ടും. അങ്ങനെ ഓരോ ഇടത്തും അത് 1 1 1 എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് മനസ്സിലാവും, ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഈ പിരമിഡ് പോലുള്ള ഈ സോളിഡിൻ്റെ പ്രൊജക്ഷൻ എക്സ് വൈ പ്ലെയിനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ട്രയാങ്കിളാണ്. ഓക്കെ, അപ്പോൾ ആ ട്രയാങ്കിൾ നമ്മൾ മാറ്റി വരച്ച് ഇതേലത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, സോളിഡിൻ്റെ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഈ ട്രയാങ്കിൾ നമ്മൾ മാറ്റി വരച്ച് നോക്കുമ്പോൾ കർവ്ഡ് പോർഷൻ, അതായത് എക്സിൻ്റെയും എക്സ് ആക്സിസും വൈ ആക്സിസും അല്ലാത്തുള്ള ആ ഒരു ഹൈപ്പോട്ടനോസ് എന്ന് വിളിക്കാം ട്രയാങ്കിളിൻ്റെ, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ എക്സ് വൈ പ്ലെയിനും ഈ നമ്മുടെ സർഫസും തമ്മിൽ കൂട്ടിമുട്ടുന്ന ലൈനാണ്. അപ്പം എക്സ് വൈ പ്ലെയിനിൽ എന്താണ്? ഇസഡ് ഈക്വൽ ടു 0 ആണ്. നമ്മുടെ സർഫസിൻ്റെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 1 ആണ്. അതിനകത്ത് ഇസഡ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതാണ് ആ ലൈനിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സും വൈയും കിട്ടും. എങ്ങനെ കിട്ടും? സ്ട്രിപ്പ് എടുക്കണം. സ്ട്രിപ്പ് എടുത്തിട്ടല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സ്ട്രിപ്പ് എടുക്കുമ്പോൾ നമുക്ക് 0 ലെസ്താനുകൾ എക്സ് ലെസ്താനുകൾ 1 മൈനസ് വൈ, 0 ലെസ്താനുകൾ വൈ ലെസ്താനുകൾ 1 എന്ന് കിട്ടും. റൈറ്റിംഗ് ഇസഡ് ഈക്വൽ ടു 1 മൈനസ് എക്സ് മൈനസ് വൈ, വി ഹാവ് ഇസഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ. അപ്പോൾ ഇസഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ നമ്മൾ ആദ്യം പഠിച്ച ഫോം, ആ ഫോമിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഹെൻസ് വി ക്യാൻ അപ്ലൈ ദ ഫോർമുല വിത്ത് ഇസഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1 മൈനസ് എക്സ് മൈനസ് വൈ ആൻഡ് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എക്സ് സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ ഡി എസ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ, ആ ഫംഗ്ഷൻ അതേപോലെ എഴുതുക, എക്സ് സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഡി എ. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പം ഈക്വൽ ടു നമുക്ക് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ അതിൽ ആദ്യം കിടക്കുന്ന ആ റൂട്ട് 3 അവിടെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ആദ്യം ഡബിൾ ഇൻ്റഗ്രൽ 0 to 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഡി ആണ് നമ്മുടെ ഫോർമുല. ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ 0 to 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ്, അതായത് -1ൻ്റെ സ്ക്വയർ എഴുതിയും -1ൻ്റെ സ്ക്വയർ എഴുതിയും 1 ഇൻറ്റു ഡി എ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ആ റൂട്ടിനകത്തുള്ളത് റൂട്ട് 3 ഡബിൾ ഇൻ്റഗ്രൽ 0 to 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ ഇൻറ്റു ഡി വൈ ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു നമുക്ക് ആൻസർ 1/√3 എന്ന് കിട്ടും. ഓക്കെ, അടുത്തോട് നോക്കാം. ഇവാലുവേറ്റ് ദ സർഫസ് ഇൻ്റഗ്രൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ വൈ സ്ക്വയർ ഇസഡ് സ്ക്വയർ dy where sigma is the part of the cone z equal root of x square plus y square that lies between the plane z equal 1 and z equal 2. We have z equal to g of xy equal to root of x square plus y square and f of xyz equal to y square into z square. Okay, z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ g of x equal to x square plus y square, f of xyz എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y square z square. ഓക്കെ, അങ്ങനെ എടുക്കുന്നു. ദസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് കണ്ടുപിടിച്ചു. 2x/2 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 2 2 ക്യാൻസൽ ആകുമ്പോൾ x/റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ 2y/റൂട്ട് ഓഫ് 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ്. 2 2 ക്യാൻസൽ ആവും. ഇനി റൂട്ട് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് റൂട്ട് ഓഫ് പ്ലസ് 1 എന്ന് കിട്ടും. ഡോ ഇസഡ് ബൈ ഡോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മനസ്സിലാവും. റൂട്ട് 2 എന്ന് ആൻസർ കിട്ടും. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ വൈ സ്ക്വയർ ഇസഡ് സ്ക്വയർ ഡി എസ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ വൈ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു ഡി എ. ഫോർമുലയ്ക്കകത്തിൽ നേരിട്ട് കൊടുത്തു. ഈക്വൽ ടു റൂട്ട് 2 ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എ വേർ ആർ എസ് ദി ആൻഡ് എസ് എൻക്ലോസ്ഡ് ബിറ്റ്വീൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ആൻഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4. കാരണം ഇസഡ് ഈക്വൽ ടു 1 എന്നും ഇസഡ് ഈക്വൽ ടു 4 എന്നും 2 എന്നുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ലൈസ് ബിറ്റ്വീൻ ദ പ്ലെയിൻ
Z = 1 Z = 2 എന്നാണ് തന്നിരിക്കുന്നത്. Z എന്താണ്? √x² ആണ്. അപ്പോൾ Z = 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √x² = 1 ആണ്. അപ്പോൾ x² എന്ത് കിട്ടും? 1 എന്ന് കിട്ടും സ്ക്വയർ എടുക്കുമ്പം. ഇനി Z = 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √x² 2 ആണ്. സ്ക്വയർ എടുക്കുമ്പോൾ x² 4 കിട്ടും. ഓക്കെ, പോളാർ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചിട്ട് x = r cos θ, y = r sin θ, z² = x² + y² = r², 0 ≤ θ ≤ 2π, 1 ≤ r ≤ 4. ഇതാണ് നമുക്ക് r is unless enclosed between using polar coordinates. Okay. Double integral over sigma y² z² ds = നമുക്ക് നേരത്തെ കിട്ടിയത് കൊടുക്കുന്നു. √2 ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r അല്ലേ. ആറിനകത്തിൽ r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീജിയൻ അറിയാമല്ലോ. റേഡിയസ് 1ഉം റേഡിയസ് 2ഉം വരുന്ന 4ഉം വരുന്ന സർക്കിളിന് ഇടയ്ക്കുള്ള ആ റീജിയൻ, ആ ആനലസ് ആണ് നമ്മുടെ റീജിയൻ. അതിൽ തീറ്റ എവിടെ തൊട്ട് എവിടെ വരെ ചെയ്യുന്നുണ്ട്? മൊത്തം വരുന്നുണ്ടല്ലോ, ഫുൾ 360 ഡിഗ്രിയും വരുന്നുണ്ടല്ലോ ഈ ആനലസിനകത്ത്. അപ്പോൾ തീറ്റ 0 തൊട്ട് 2π വരെ, റേഡിയസ് 1 മുതൽ 2 വരെ, ഇൻറ്റു y² എന്താണ്? r sin θ അത് ഹോൾ, അപ്പോൾ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും, ഇൻറ്റു x² + y² r² ആണ്, ഇൻറ്റു d എന്താണ്? r dr dθ ഈക്വൽ ടു √2 ഇൻറ്റു ഇൻ്റഗ്രൽ ഡബിൾ ഇൻ്റഗ്രൽ 0 to 2π 1 to 2. നമുക്ക് r²ഉം r⁵ വരും. r⁵ sin² θ dr dθ ഈക്വൽ ടു √2 ഇൻ്റഗ്രൽ 0 to 2π r⁵ നെ r⁶/6 sin² θ r = 1 to 2 dθ. ഇനി r-ന് നമ്മൾ 1ഉം 2ഉം കൊടുക്കുന്നു. 21/√2 ഇൻ്റഗ്രൽ 0 to 2π ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ കിട്ടും? sin² θ ഈക്വൽ ടു sin² θ-നെ നമുക്ക് 1 - cos 2θ/2 എന്ന് എഴുതാൻ അറിയാമല്ലോ. ഇൻ്റഗ്രേഷൻ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ധാരണയിലാണിത് ഇത്രയും ചുരുക്കി സ്റ്റെപ്പുകൾ എഴുതിയിരിക്കുന്നത്. കാരണം ഇൻ്റഗ്രേഷൻ ചെയ്യാന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാറേണ്ട സമയം കഴിഞ്ഞു. അപ്പം ഇപ്പം അതിലും ഹയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് 21/2 √2 കിട്ടും.